വർഷകാലം മുതൽ ഞങ്ങൾ കാത്തിരിക്കുന്നതാണ്. വർഷകാലം കഴിയും, പിന്നെ വേനൽ വരും, മഞ്ഞുകാലം വരും. അപ്പൊ അഞ്ചും കണ്ണൻ ചേട്ടനും അഞ്ചയും വരും എന്നുള്ള കാത്തിരിപ്പ്. ഈ വർഷം നന്നായിട്ട് മഴ പെയ്തിരുന്നു കേട്ടോ. നമ്മുടെ വീടിന്റെ സൈഡിലുള്ള ഒരു പുഴയാണിത്. നിറഞ്ഞൊഴുകും. ആ പുഴ മാനന്തവാടി പുഴയിലേക്ക് യോജിക്കുകയും ചെയ്യും. ആ രീതിയാണ്. വർഷം കഴിഞ്ഞു. അതിനുശേഷം കർഷകരൊക്കെ നമ്മുടെ വീടിന്റെ തൊട്ട് താഴെയുള്ള വയലാണ് അത്. നെല്ലൊക്കെ പാകി അതൊക്കെ വിളവെടുത്തു. പിന്നെ വസന്തം വന്നു, പിന്നെ ഗ്രീഷ്മം വന്നു, ശരത്കാലവും ഹേമന്തവും എത്തി നോക്കി പടിയിറങ്ങി. വീണ്ടും നമ്മുടെ ശിശിരകാലം, മഞ്ഞുകാലത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പായി. മഞ്ഞുകാലം വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇപ്രാവശ്യം 5 വരുമെന്ന് നമുക്കറിയാം. പിന്നെ അതിനുള്ള കാത്തിരിപ്പായി. നമ്മുടെ പറമ്പിൽ തന്നെ ഒത്തിരി ഫ്രൂട്ട്സുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം പ്രിസർവ് ചെയ്യാൻ പറ്റുന്നൊക്കെ ഞാൻ പ്രിസർവ് ചെയ്ത് വെക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു മഞ്ഞുകാലത്തിന്റെ സമയം ആകുന്നതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ കരിക്കും അതുപോലെ ഫ്രൂട്ട്സുകളും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുക്കാനുള്ള, എന്തൊക്കെ പറയുമ്പോഴും നമ്മൾ ഇങ്ങനെ പറയാം 5 വരുമ്പോ എടുക്കാം, 5 വരുമ്പോ എടുക്കാം, അങ്ങനെയുള്ള ഒരു വർത്താനം ഉണ്ടായിരുന്നു കേട്ടോ എപ്പോഴും എൻ്റെ അടുത്ത്. എങ്ങനെയൊക്കെയാണ് അങ്ങനെ നമ്മൾ കാത്തിരുന്ന് ലാസ്റ്റ് 5 ഫാമിലിയൊക്കെ വന്നു. 1-2 വീഡിയോസ് ഞാൻ എഡിറ്റ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നല്ലോ, നിങ്ങൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. എന്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം എനിക്ക് പെറ്റ്സുകൾ ഒത്തിരി ഇഷ്ടമാണ് ഉണ്ടെന്നറിയാലോ. അപ്പൊ മിലോ നമ്മുടെ പൂച്ചക്കുഞ്ഞാണേ. ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ കൂട്ടുകാർ, വർത്താനം പറയുമ്പോൾ അതിനെല്ലാം മനസ്സിലാവുന്നുണ്ട്. അവരവരുടെ സംസാര ശേഷി ഇല്ലെങ്കിലും അവരവരുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ കൊണ്ട് തന്നെ നമ്മളോട് ഇങ്ങനെ സംസാരിക്കും പോലെ തന്നെ നമുക്ക് തോന്നും കേട്ടോ. എന്നാലും അമ്മ അങ്ങനെ പറഞ്ഞല്ലോ, എനിക്ക് വിഷമായി, അല്ലെങ്കിൽ ഇല്ല ഞാൻ അങ്ങനെ ചെയ്യില്ല, ഇല്ല ഞാൻ ചെയ്യാം, അങ്ങനെയൊക്കെയുള്ള ഭയങ്കര ഒരു കുറുമ്പ് കാണിക്കുന്ന ഒരു രീതിയൊക്കെ ഉണ്ട് കേട്ടോ. ശരിക്കും മിലോയ്ക്ക് അങ്ങനെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. മിലോ മാത്രമല്ല, നമ്മുടെ ഡോഗ്സ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഐറയും ഡിയോണയും ഒക്കെ അങ്ങനെ നമ്മളോട് സംസാരിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. ഞാൻ ചില ക്ലിപ്പുകൾ എടുത്തു വെക്കുന്നത് നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ അവരത് റെസ്പോണ്ട് ചെയ്യുന്ന രീതി നിങ്ങൾ കണ്ടു നോക്കൂ. ഐറയ്ക്ക് പിടിച്ചു കൊടുക്കുന്നു ഞാൻ വെള്ള ബിസ്ക്കറ്റ് പോലെ. ബ്രിട്ടാനിയ വെള്ള ബിസ്ക്കറ്റ് കൊടുക്കും ഞാൻ ഐറയ്ക്ക്. കൊടുക്കണോ? ആ, അവിടെ കിടന്നോണം. മിലോയി, അമ്മേൻ്റെ പൊന്നേ, അവിടെ കേട്ടോ. അമ്മേനെ ശല്യപ്പെടുത്തി അമ്മ വയക്ക് പറയൂ കേട്ടോ. അമ്മേനെ ശല്യപ്പെടുത്തി അമ്മ വയക്ക് പറയേ. ഐറ കിടന്ന് കുറയ്ക്കുന്നു. എന്തിനാ പയറ വരയ്ക്കുന്നേ? അമ്മ കൊയ്യര് വിടട്ടെ കേട്ടോ, കൊയ്യര് വിടട്ടെ. ഇവിടെ ഇരുന്നോട്ടോ. എന്നിട്ട് അമ്മ ഓടിപ്പോയിട്ട് വരാം കേട്ടോ. മാനന്തവാടി പോയിട്ട് വരാവേ. കൊച്ചുകുട്ടീനെ നോങ്ങിക്കോട്ടോ. നോ, കൊച്ചിൻ്റെ വീട്ടിൽ പോയി കിടന്നോ. അതിൻ്റെ അപ്പുറത്തോട്ട് കൈ വെച്ചാൽ നിന്റെ കൈ ഞാൻ നിനക്ക് നിന്റെ വീട്ടിലിരുന്നാ പോരെ, നീ എന്തിനാ അതിര് മാന്താൻ വരുന്നേ? എനിക്കെന്താ മനസ്സിലാവത്തേ? അവിടെ ഇരുന്നാ പോരെ? ഭയങ്കര അതിരുമാന്തലാണല്ലോ. 2 ബീഫ് വേണോ ചേച്ചി? അവരോട് ചേച്ചി എന്ന് പറയണേ. ഞാൻ നിന്റെ അമ്മയാണെന്ന് അറിയില്ല. നീ ഇടയ്ക്കിടയ്ക്ക് കയറി അമ്മേന്ന് വിളിക്കരുത്. ഇവനുണ്ടല്ലോ ഒരു കാലത്തും എൻ്റെ അമ്മ എന്ന് മര്യാദയ്ക്ക് വിളിക്കത്തില്ല. എന്നിട്ട് ഇവൻ ഏതെങ്കിലും ഷോപ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ അവിടുത്തെ പെണ്ണുങ്ങളെല്ലാം കൂടി തുണി എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ അമ്മേ ഇത് വേണോ? അപ്പോൾ അവർ അമ്മയോ അത്രയും നേരം ഞാനിങ്ങനെ തിളങ്ങി നിൽക്കുമായിരിക്കും, വിളങ്ങി നിൽക്കും. അതിൻ്റെ ഇടയ്ക്ക് ഇപ്പം വീട്ടിൽ നിന്ന് ഒരിക്കലും അമ്മേന്ന് വിളിക്കില്ലടാ, കൊതിച്ചാൽ പോലും വിളിക്കില്ല. എന്നിട്ട് എല്ലാവരും ഇവനെ അതാ കേൾക്കുമ്പോൾ എനിക്കൊരു ആശ്വാസമാണ്. ഞങ്ങൾ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ചേട്ടാ ഈ പ്രായമുള്ള നരച്ചവർ വരെ ചേട്ടാ എന്നെ കറി എന്നാ വേണ്ടതെന്ന് നമ്മളൊരു അത് കേൾക്കുമ്പോൾ എനിക്കൊരു ആശ്വാസം. കുറച്ചുകൂടെ ചെറുതാണെങ്കിൽ മോളെ മോനേന്ന് വിളിക്കും. അറിയില്ലല്ലോ. ഞങ്ങൾ 1-2 സ്ഥലങ്ങളൊക്കെ കണ്ടതിന് ശേഷം വൈകുന്നേരം വന്ന് കുളിച്ച് രാത്രി ഭക്ഷണമൊക്കെ കഴിക്കാന്നോർത്ത് ബത്തേരി മിന്റ് മാളിലേക്ക് പോയ ആ വീഡിയോ ക്ലിപ്പുകളാണ് ഞാൻ ഇന്ന് എഡിറ്റ് ചെയ്ത് ചേർക്കുന്നത് കേട്ടോ. ബാക്കി ഞങ്ങൾ ഇന്നത്തെ ദിവസം കണ്ടത് പൂക്കോട് എന്നൂരും ഒക്കെയാണ്. ആ വീഡിയോസ് ഞാൻ ഇനി അടുത്ത ദിവസങ്ങളിലായിട്ട് എഡിറ്റ് ചെയ്ത് ചേർക്കാം. അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഇന്ന് 2 സ്ഥലം പകല് പോയി കാണാൻ ഞങ്ങൾ പ്ലാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത് അയൽപക്കം പോലെ ഒരു വീട്ടിലെ ഊണെന്ന് പറയുന്ന ഒരു കടയുണ്ട്. ഇവിടെ വന്നായിരുന്നു മിക്കപ്പോഴും ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. ചിലപ്പോഴൊക്കെ ലഞ്ച് ഇവിടെ തന്നെ വന്നിട്ട് നല്ല ഫുഡാണ് അവിടെ. ഇന്ന് ഞങ്ങൾ പൂക്കോട് ലേക്സ് പിന്നെ എന്നൂരൊക്കെയാണ് വിസിറ്റ് പ്ലാൻ ഇട്ടിരിക്കുന്നത്.
ഞങ്ങൾ ചെയ്യുന്ന എല്ലാ പൊട്ടത്തരങ്ങളെയും ആവോളം കളിയാക്കുക എന്നതാണ് അശ്വിന്റെയും അഞ്ജയുടെയും പ്രധാന ഹോബി കേട്ടോ. എന്തായാലും ഞങ്ങൾ അത് 100% എൻജോയ് ചെയ്യുന്നുണ്ട്. പിന്നെ ചുമ്മാ അങ്ങ് പറയാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളത് ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട്. പകല് കഴിഞ്ഞ് വൈകുന്നേരം കുളിയൊക്കെ കഴിഞ്ഞ് കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ ബത്തേരി മിന്റ് മാളിലേക്ക് വന്നു. ജസ്റ്റ് കറങ്ങി നടക്കുക, പിന്നെ ഫുഡ് കഴിക്കുക, അതൊക്കെയാണ് ഉദ്ദേശം. ലോകത്തിൽ എന്നെ ആരും കാണണ്ട, ഞാനിങ്ങനെ ഹാപ്പി ആയിട്ട് ടൂറൊക്കെ അടിച്ച് നന്നായി കെയർ ചെയ്യുന്ന എന്റെ ഹസ്ബൻഡ് മേടിച്ചു തരുന്നതെല്ലാം എൻജോയ് ചെയ്ത് ഹസ്ബൻഡിനെയും മോനെയും നന്നായി കെയർ ചെയ്ത് ആരും അറിയാതെ അങ്ങ് ഒതുങ്ങി ജീവിച്ചു പോയിക്കൊള്ളാം എന്ന ലൈനാണ് നമ്മുടെ അഞ്ജുവിന്റെ കേട്ടോ. അവളെ വീഡിയോയിലും ഫോട്ടോയിലും നിർത്തുക എന്നത് വലിയ വിഷമമാണ് കേട്ടോ. എന്നെ ആരെയും കാണിക്കില്ലേ, നിന്റെ കുറെ വീഡിയോസ് ഞാൻ എടുത്തു തരാം, അതിട്ടാ മതി. ഇതാണ് ഓൾവേസ് അഞ്ജുവിന്റെ പറച്ചിൽ കേട്ടോ. എന്നെ കണ്ട് മടുത്ത് എന്റെ സബ്സ്ക്രൈബേഴ്സ് എനിക്ക് നിങ്ങളെയൊക്കെയാണ് അവരെ കാണിച്ചു കൊടുക്കാനുള്ളത്. അതുകൊണ്ട് ഞാൻ ഉറപ്പായിട്ട് നിങ്ങളുടെ വീഡിയോസ് ഞാൻ എന്തായാലും ഇടുകയും ചെയ്യുമെന്ന് ഞാൻ അവളോട് സ്നേഹത്തോട് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. എന്തായാലും അവൾക്ക് അറിയാം ഞാൻ അവളുടെ കുറെ ക്ലിപ്പുകളെങ്കിലും എന്തായാലും ഞാൻ ഇതിൽ ആഡ് ചെയ്യുമെന്നുള്ളത്. ഏറ്റവും രസം അതല്ല കേട്ടോ, ഒരു 100 ഫോട്ടോസ് അവള് ഇവരെ കൊണ്ട് എടുപ്പിക്കും കേട്ടോ. എന്നിട്ട് 1x 2x 10x വരെ വലുതാക്കി നോക്കിയിട്ട് ഇത് ശരിയായില്ല എന്ന് പറഞ്ഞ് പിണങ്ങും അഞ്ജയിനോട്. അഞ്ജയാണോ ഒറ്റ നിപ്പിൽ 10 ഫോട്ടോസ് എടുക്കും. എന്നിട്ട് ഒന്നിച്ച് ക്ലിക്ക് ചെയ്തിട്ട് അവളോട് പറയുന്നത് ഇഷ്ടം പോലെ ഫോട്ടോ എടുത്തിട്ടുണ്ട്, ഇനി വേഗം നോക്കിക്കോ, 1x 2x 10x വരെ പെട്ടെന്ന് വലുതാക്കി നോക്കിക്കോ, എന്നിട്ട് കുറ്റം പറയാന്ന് പറയും കേട്ടോ. അങ്ങനെ തമാശയായിട്ട് അങ്ങനെ പറയും കേട്ടോ. എന്തായാലും സത്യം പറഞ്ഞ അഞ്ജുവിന്റെയും അമ്മ മകൻ ബോണ്ടിങ് കണ്ടിട്ടുണ്ടെങ്കിൽ ആരും കൊതിച്ചു പോകും കേട്ടോ. ശരിക്കും ഭയങ്കര രസമാണ് കേട്ടോ. ഇവർ ഓൾവേസ് ടൂർ പോകുന്നവരാണ് കേട്ടോ. വീക്കിലി ഒരു 3 ഡേയ്സ് എങ്കിലും അവർ ഔട്ട്സൈഡ് ആയിരിക്കും വീട്ടിൽ നിന്ന്. ഇപ്പൊ നമ്മുടെ അടുത്തുനിന്ന് പോയിട്ട് ഇപ്പൊ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ടൈം അവർ ഓൾറെഡി ടൂറിലാണ് 4 ദിവസത്തെ. അപ്പൊ അവൾ ഇന്നലെ കുറച്ച് ഫോട്ടോസ് ഒക്കെ അതിന്റെ അയച്ചു കേട്ടോ. മനോഹരമായ സ്ഥലത്താണ് അവരിപ്പോ ഉള്ളത്, ടൂറിലുള്ളത്. ഞാൻ ആ ഫോട്ടോസ് ഇവിടെ ആഡ് ചെയ്യാം കേട്ടോ. എല്ലാ വട്ടം ടൂർ പോകുമ്പോ അവൾ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് കേട്ടോ. നീ കൂടി അടുത്തുണ്ടായിരുന്നെങ്കിൽ, ഫ്രീ ആയിരുന്നെങ്കിൽ, വരാൻ പറ്റിയായിരുന്നെങ്കിൽ എല്ലാവർക്കും കൂടി ഒന്നിച്ചു പോകാറുന്നല്ലോ, എന്ത് രസമായെന്ന്. ഞാനിപ്പോൾ എന്റെ പെറ്റ്സിനെ ഓർക്കും, എന്റെ ചെടികളെ ഓർക്കും, കൊറിയർ പാക്കിംഗ് ഓർക്കും. സോ എനിക്ക് ആകെ കിട്ടുന്നത് ഇവരെ പോലെയുള്ള എന്റെ ഫ്രണ്ട്സ് ഒക്കെ വരുമ്പോ കിട്ടുന്ന വയനാട് ടൂറുകളും പിന്നെ നമ്മൾ ഇടയ്ക്ക് പോകുന്ന സിനിമയും പുറമെ പോകുന്ന ഷോപ്പിങ്ങും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അങ്ങനെ ഔട്ട്സൈഡ് പോകുമ്പോ ഞാൻ അത് മനസ്സറിഞ്ഞ് ആസ്വദിക്കാറുണ്ട് കേട്ടോ. ഇവര് 3 പേരും ബ്രോസ്റ്റ് മേടിച്ചു, അഞ്ജയ ബർഗർ, ഞാൻ ഒരു എഗിന്റെ സാൻഡ്വിച്ച്, ഇതൊക്കെയാണ്. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഷെയർ ചെയ്ത് അങ്ങനെയാണ് കഴിച്ചത്. വയറ് നിറച്ച് കഴിച്ചു കേട്ടോ. നല്ലൊരു ഷോപ്പ് ഉണ്ട് അവിടെ, നല്ല ടേസ്റ്റി ആയിട്ട്. ഞങ്ങൾ എല്ലാ പ്രാവശ്യം സിനിമയ്ക്കൊക്കെ പോകുമ്പോൾ അവിടെ കയറി ബർഗർ അങ്ങനെ എന്തെങ്കിലും മാറി കഴിക്കാറുണ്ട് കേട്ടോ. വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസും ഉണ്ട് അവിടെ. അങ്ങനെ ഞങ്ങളത് വയറ് നിറച്ച് അതൊക്കെ ഫുഡൊക്കെ കഴിച്ച് ഇനി ഞങ്ങൾക്ക് അടുത്തൊരു പ്ലാൻ എന്ന് പറയുന്നത് മിന്റുമാൾ കറങ്ങി പിന്നെ ആ ഫുഡ് കഴിച്ചു, വയറ് നിറഞ്ഞു. ഇനിയിപ്പോ നമുക്ക് ഇവിടെ അടുത്ത് സ്വർഗം എന്ന് പറഞ്ഞ പേരുള്ള ഒരു സ്ഥലമുണ്ട്. അത് നല്ല നൈറ്റ് വ്യൂ ഒക്കെയാണ്. നൈറ്റ് വരാൻ വേണ്ടിയിട്ട് രസമുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ അവിടെ പോകാന്ന് ഓർത്തു. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഇവിടെ അവധി പോലെയാണ്. കാരണം ഇവിടെ പൂപ്പലി, അമ്പലവേര് പൂപ്പലി നടക്കുന്നതുകൊണ്ട് ഇവിടെ ഇന്ന് ആളുകളും കാര്യങ്ങളും ഒന്നുമില്ല. ഇവർ അടച്ചിട്ട ഒരു രീതി തന്നെയാണ് ഇന്ന്. എന്തായാലും നമ്മൾ ഇങ്ങനെ ഇത് കാണാൻ വേണ്ടി വന്നതല്ലേ, അതുകൊണ്ട് എന്തായാലും നമുക്ക് എന്തായാലും കയറി കാണാമെന്ന് ഓർത്തു. അവധി ദിവസമാണെങ്കിൽ പോലും നല്ല രസമുള്ള സ്ഥലമാണ്. പകൽ അത്രയും ഭംഗി ചിലപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്തായിരിക്കും. രാത്രി ലൈറ്റിങ്ങും കാര്യങ്ങളും എല്ലാം കൂടി ആകുമ്പോൾ അടിപൊളി വൈബാണ്. ഇങ്ങനെ സുഹൃത്തുക്കൾക്ക് അല്ലെങ്കിൽ ഫാമിലിയൊക്കെ ആയിട്ട് വന്നിരുന്ന് സംസാരിച്ചിരിക്കാനും എന്തെങ്കിലും ഫുഡൊക്കെ ആയിട്ട് മേടിച്ചിട്ട് വരുവാണെങ്കിൽ ഇവിടെ നിന്ന് കഴിക്കാനും ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ടുള്ള ഏരിയയാണ്. ഒത്തിരി സ്ഥലമുണ്ട് ഇരിക്കാനും പിന്നെ സംസാരിക്കാനും ഒക്കെ ആയിട്ട്. അഞ്ജുവിന്റെ കാര്യം പറയണ്ട കേട്ടോ. അഞ്ജു ശരിക്കും ഒരു കുഞ്ഞു കൊച്ചിനെ പോലെയാണ് കേട്ടോ. അവളെല്ലാം ലൈഫിലെ എല്ലാ നല്ല മൊമെന്റ്സ് എൻജോയ് ചെയ്യുന്ന കൂട്ടത്തിലാണ് കേട്ടോ. ഞങ്ങൾ ചിരിച്ചു മടുത്തു കേട്ടോ ഇവരുടെ കളികൾ കണ്ടിട്ട്. അങ്ങനെയാണ്. ആക്ച്വലി എനിക്ക് കൊതിയുണ്ട് കേട്ടോ അതിലൊക്കെ ഒന്ന് വലിഞ്ഞു കയറിയാൽ കൊള്ളാമെന്ന്. നമ്മുടെ ചെറുപ്പത്തിലൊന്നും ഇങ്ങനത്തെ ഒരു ഫെസിലിറ്റി എനിക്കൊന്നും കിട്ടിയിട്ടില്ല. പ്ലസ് നമ്മൾ വലുതായി കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനത്തെ ഒരു ചാൻസും ഇല്ല. അങ്ങനെ ഇപ്പൊ നമ്മള് ഇതിനൊക്കെ പോവാണെങ്കിലും പിന്നെ പാർക്കിലൊക്കെ പോവാണെങ്കിലും ഇത്രയും ചെറിയ പിള്ളേരുടെ ആ ഒരു സെക്ഷനിലേക്കൊന്നും നമ്മൾ നോക്കത്തില്ലല്ലോ. പക്ഷെ ഇതിന്റെയൊക്കെ എക്സ്പീരിയൻസ് എന്താ എന്നറിയാൻ നമുക്ക് കൊതിയുണ്ടല്ലോ. അങ്ങനെയൊക്കെയായിരുന്നു. എന്തായാലും കൂട്ടുകാരെ ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഞങ്ങൾ എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത്. ആക്ച്വലി പിള്ളേരെ പാർക്ക് കാണിക്കാൻ കൊണ്ടുപോയിട്ട് അമ്മമാരായിരുന്നു അതിനകത്ത് എല്ലാ ആക്ടിവിറ്റികളും എന്ന് പറയുന്ന രീതിക്കായിരുന്നു കേട്ടോ. ഇവര് രണ്ടുപേരും കൂടി ഞങ്ങളെ മാക്സിമം പ്രോത്സാഹിപ്പിക്കും കേട്ടോ. എന്നിട്ട് എല്ലാത്തിനും വലിഞ്ഞേറി കഴിയുമ്പോൾ ഇവർ അയ്യേന്ന് പറഞ്ഞിട്ട് കളിയാക്കി ചിരിക്കുക. ഇത് തന്നെയായിരുന്നു ഇവരുടെ പരിപാടി കേട്ടോ. അങ്ങനെയായിരുന്നു. എന്തായാലും ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത്. പിന്നെ അഞ്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഇവരെന്നെ അങ്ങ് നിർബന്ധിക്കാൻ തുടങ്ങി കേട്ടോ. അഞ്ചയും അശ്വനും കൂടി പിന്നെ കയറി നോക്കി. ആക്ച്വലി ഞാനൊരു മിഡി ഇട്ടേക്കുന്നത്, അതുകൊണ്ട് തന്നെ മിഡിയല്ല, ആക്ച്വലി ഞാനൊരു ഫ്രോക്കാണ് ഇട്ടേക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഇച്ചിരി പേടിയുണ്ടായിരുന്നു കേട്ടോ. നോക്കുമ്പോ അടുത്ത ഒരു കുഞ്ഞു പൈതലതാ ഇവിടെ ഇരുന്നിട്ട് ഊഞ്ഞാലാടുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ ഓർത്തിട്ട് എല്ലാവരുടെ ഉള്ളിലും ശരിക്കും പറഞ്ഞ ഒരു ചെറിയ കുട്ടി ഉണ്ടല്ലേ.
അനുകൂലമായ സാഹചര്യത്തിൽ മാത്രമേ അത് പുറത്ത് വരത്തുള്ളൂ ഉള്ളൂ. ആ ഒരു രീതിയിൽ എൻജോയ്മെന്റ് എന്ന് എനിക്ക് മനസ്സിലായിട്ടോ. ഞങ്ങൾ ശരിക്കും എന്താ പറയാ തകർത്തു എന്ന് പറയാം. 10 മണി വരെ അവിടെ ടൈം. അപ്പൊ അത്രയും സമയം ഞങ്ങൾ അവിടെ ചെലവഴിച്ചു. എന്നിട്ട് ഇവർക്ക് ആർക്കും അവിടുന്ന് പോരണേ ഇല്ല കേട്ടോ. ഇങ്ങനെ കറങ്ങി നടക്കാൻ തന്നെയാണ് ഇഷ്ടട്ടോ. എനിക്ക് മാത്രമേ പിന്നെയും തിരിച്ചു വീട്ടിൽ വരണം. എന്റെ പെറ്റ്സുകൾ അവര് വിഷമിക്കുമല്ലോ നമ്മളെ കാണാതെ. ആ ഒരു ഇപ്പം മിലോയ്ക്കാണെങ്കിലും ഭയങ്കര വിഷമാണ് ഇതിന് നമ്മളെ കണ്ടില്ലെങ്കിൽ. അപ്പൊ ആ ഒരു രീതിയിൽ ഞാൻ മാത്രമേ ചിന്തിക്കുന്നുള്ളൂ നമുക്ക് തിരിച്ചു വീട്ടിൽ പോണല്ലോ. അങ്ങനെ രസമായിരുന്നു. പക്ഷെ നല്ല രസമായിരുന്നു കാര്യം. ഓരോ നമുക്ക് ഞങ്ങൾ നന്നായിട്ട് ഇല്ല എനിക്ക് സന്തോഷമായി, സമാധാനായി. ഇവരുടെ എല്ലാവരുടെ നിർബന്ധവും പിന്നെ എന്റെ കൊതി എല്ലാം കൊണ്ട് കൂടി ഞാനും കൂടി വലിഞ്ഞു കയറി എന്റെ കൂട്ടുകാരെ. എന്നിട്ട് മുകളിൽ നിന്ന് താഴേക്ക് ഊർന്നു വന്നു. പക്ഷെ 5 ഊർന്ന പോലെ അത്രയും എളുപ്പമായിരുന്നില്ല എനിക്ക് തോന്നുന്നു. അവളെക്കാളും കൂടുതൽ തടിയുള്ളതുകൊണ്ട് എനിക്ക് അവിടെ കുറച്ച് ഇടുങ്ങി പോയ പോലെ ഞാൻ ഫ്രോക്ക് ഇട്ടേക്കുന്നുണ്ട്. എനിക്ക് ഇച്ചിരി സ്ട്രെസ് ഉണ്ടായിരുന്നു പോകുന്നുള്ളൊരു പേടിയെല്ലാം. അതുകൊണ്ട് എനിക്ക് അത്ര ഈസി ആയിരുന്നില്ല. മാത്രമല്ല ഞാൻ അതിന് വീണപ്പോ ഒരുമാതിരി 100 കിലോ ഉള്ള ഒരു ചക്ക പ്ലാവേന്ന് വീണ പോലത്തെ ഒരു ഫീലായിരുന്നു കേട്ടോ. അതുപോലത്തെ സൗണ്ടും എല്ലാം കൂടി ശരിക്കും പറഞ്ഞാൽ ചിരിച്ചു മടുത്തോട്ടോ ഇവര് ഞാനും. അത് കഴിഞ്ഞിട്ട് ആദ്യത്തെ പ്രാവശ്യം മാത്രം. പക്ഷെ ഈ ഒരു സെക്ഷൻ ഇതുപോലെ കുറച്ചും കൂടി ഈസി ആയിട്ടുള്ളതുകൊണ്ട് കേട്ടോ. അവിടെ ഞങ്ങൾ കുറെ നേരം കയറി ഇതുപോലെ കുറെ നേരം ഊർന്നിറങ്ങി. ഇതൊക്കെയായിരുന്നു കുറെ നേരത്തെ പരിപാടികൾ. അത് നാട്ടി കൊടുക്കേണ്ടി വരും. അതില്ലേ വേണ്ടേ? എന്തായാലും ഇത് കുട്ടികൾക്ക് മാത്രമുള്ള അല്ലെന്ന് എനിക്ക് മനസ്സിലായി. കാരണം അവിടെയുള്ള ജോലിക്കാരെല്ലാം ഞങ്ങൾ ഇവിടെ ഇരുന്ന് ആടുന്നതും അതിൽ കയറി മറിയുന്നതും എല്ലാം കാണുന്നുണ്ട്. അവരത് തടസ്സം പറയുന്നില്ല. അത് അതിനർത്ഥം ഇതില് ആവശ്യത്തിന് വെയിറ്റ് കൊള്ളു എന്നത് ഞാൻ നരന്റെ പാട്ടൊക്കെ ഇട്ടിട്ട് കഴുത്തിലും തലയിലും മീൻ. അതൊക്കെ ഉണ്ടാവും. പുതിയതാണ് നോക്കണ്ട. അവർക്ക് ഇതിന്റെ കാശ് കൊടുക്കേണ്ടി വരും കേട്ടോ. ഞാനാണെങ്കിലുള്ളടുത്ത് വെയിറ്റ് എഴുതി വെക്കും. ഇത്ര വെയിറ്റ് ഉള്ളവരെ കയറാവുള്ളൂ. ഇവിടെ പക്ഷേ ഇവരിങ്ങനെ ശക്തി എടുക്കുമ്പോ ഒരു ശബ്ദം ഇതിനകത്തുനിന്ന്. ചുമ്മാ ഇരുന്നാ മതി, കാലൊന്നും തൊടണ്ട. എനിക്ക് തരാൻ എത്തൂലല്ലോ. എത്ര സമയം അവിടെ ചെലവഴിച്ചൊന്നും നമുക്ക് തന്നെ അറിയില്ല കേട്ടോ. കുറെ നേരം ഇതിലെ കുറെ എല്ലാ ആക്ടിവിറ്റികളിലും കയറി ഇതുപോലെ കുത്തി പറയും. പിന്നെ അവിടെ വട്ടുസോടയൊക്കെ കൊടുക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ പോയി അതും ഇതൊക്കെ മേടിച്ച് കഴിക്കും. വീണ്ടും ഇങ്ങനെ കറങ്ങി നടക്കും. വീണ്ടും ഇതുപോലെ സംസാരിച്ചിരിക്കും. ഇത് ശരിക്കും വെള്ളത്തിനകത്താണ്. ഒരു ചങ്ങാടം പോലെ കെട്ടിയിട്ടുണ്ട്. അങ്ങോട്ടേക്ക് നടന്നു വരാനൊരു നടപ്പാതയുണ്ട്. അവിടെ നിന്ന് നമുക്ക് സംസാരിക്കാം. ആ ഒരു രീതിയിലൊക്കെ നല്ല രസമാണ് കേട്ടോ. രാത്രിയാണ് നല്ലത് എന്തൊക്കെയാണെങ്കിലും. വട്ടുസോഡ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? നമുക്ക് അത് വളരെ അപൂർവമാണ് കേട്ടോ. എന്താ ഒരു ബോട്ടി പോലത്തെ ഒരു സാധനം ഉണ്ടാവും. അത് പൊട്ടിക്കുമ്പോൾ അത് അതിനകത്തേക്ക് വീഴും കേട്ടോ. അത് വളരെ കുറച്ച് മാത്രമേ കുടിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടായിരിക്കും ഒരു വട്ടുസോഡ എന്ന് നമുക്ക് കുടിച്ച് വട്ട് പിടിക്കുന്നതുകൊണ്ടായിരിക്കും. കിട്ടാത്തതുകൊണ്ടായിരിക്കും അതിന് വട്ടുസോഡ എന്ന് പേര് വന്നത്. എന്തായാലും അത് വയനാട്ടിൽ കണ്ടിട്ടുണ്ട് കേട്ടോ. നല്ല രസമായിരുന്നു കൂട്ടുകാരെ എന്തൊക്കെയാണെങ്കിലും. അടിപൊളി കേട്ടോ. ആണോ? വയറുന്നൊരു കാറ്റ് വരും. ചൂടെ പോക്കി ഇവന്റെ കൂടെ ഇരിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഇവന്റെ വെയിറ്റും എന്റെ വെയിറ്റും കൂടെ ആവുമ്പോ ഭയങ്കര ഫോഴ്സ്. അമ്മക്ക് വന്നാലും 75 കിലോ. 100, 70, 170. ഓടൊന്നും ഇല്ല. എന്തോ പറയുന്നത് ദിനോസറോ? 85 ഉണ്ടാവും. 92. അത്ര ഉണ്ട്. അത് ഭയങ്കര കൂട്ടച്ചിരിയായി പോയിട്ടോ. 100 കിലോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര എക്സ്പ്രഷൻ ഇട്ട് ആളോട് വെയിറ്റ് വെച്ചപ്പോ 97 ഉണ്ടെന്ന്. അതും പറഞ്ഞ് ഞങ്ങൾ ഭയങ്കര ചിരിയായിരുന്നു കേട്ടോ. പിന്നെ അടുത്ത ഓരോരോ ഊഞ്ഞാലിലും മാറി മാറി കയറുമായിരുന്നു കേട്ടോ. സ്വർഗം എന്ന പേരിനെ അന്വർത്ഥമാക്കുന്ന വിധത്തിലൂടെ മറ്റൊരു പ്രത്യേകത ഉള്ളത് ഇവിടെ നിറച്ച് കിളികളുണ്ട് കേട്ടോ. പൈനാപ്പിൾ കുഞ്ഞൂറുകളും നല്ല നല്ല പക്ഷികളും എല്ലാം ആവട്ടെ. അവരെ നമുക്ക് ഇണങ്ങിയ കിളികളാണ്. അവരെ നമുക്ക് കയ്യിലൊക്കെ ഇങ്ങനെ എടുക്കാം, ഫീഡ് കൊടുക്കാം. അങ്ങനെ ഒരു ഏരിയയും കൂടി ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇവിടുന്ന് കുറെ നേരം സംസാരിച്ച് പിന്നെ അങ്ങോട്ടേക്ക് എത്തി. അതിനകത്ത് നല്ല രസമായിരുന്നു കേട്ടോ. അടിപൊളിന്ന് ചടിപൊളി. എന്തുമാത്രം കിളികളാണെന്നറിയോ. പിന്നെ അവിടെ സ്നേക്കും വേറെ എന്തൊക്കെയോ പിന്നെ ജീവികളും ഒക്കെ ഉണ്ട്. അതിനെയൊക്കെ നമുക്ക് കയ്യിലെടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇതൊരു രക്ഷയില്ല കൂട്ടരെ. ഇത് വീഡിയോയിലൊന്നും അതിന്റെ ഭംഗി വന്നിട്ടില്ല. നേരെയാണ് അതിന്റെ ഒരു എക്സ്പീരിയൻസ്. നമുക്ക് എന്താ പറയാ, നിറയെ നമ്മുടെ തലയിലും മേത്തും കയ്യിലും ഒക്കെ നിറച്ച് കിളികള്. ആ ഒരു ബോയ് ആണെങ്കിൽ തീറ്റ തരുന്നുണ്ടായിരുന്നു കേട്ടോ. ഒരേ വട്ടം തീറ്റ വെക്കുമ്പോഴത്തേക്കും നിറയെ കിളികൾ വന്നിരിക്കുകയാണ് കേട്ടോ. ഇവളുടെ ധൈര്യം സമ്മതിക്കണം. ആ പാമ്പിനെ എടുത്ത് പിടിച്ചു, ഈ സാധനത്തിനെ എടുത്ത് പിടിച്ചിട്ട് അതാ നിൽക്കുന്നത് കേട്ടോ. ഇവൾക്ക് ആക്ച്വലി ഭയങ്കര പേടിയാണെന്ന് പറഞ്ഞു പാമ്പിനെ. പക്ഷെ
ധൈര്യപൂർവ്വം അതിനെ പേടി ഓവർകം ചെയ്യാൻ വേണ്ടി ചെയ്യുമെന്ന്. ഇതൊക്കെ കണ്ടിട്ട് കൊതിച്ച് നിൽക്കാനേ എനിക്ക് ഞാൻ നോക്കിയോ പോസ് യോഗമുള്ളൂ. എനിക്ക് ഇവളുടെ അടുത്ത് നിൽക്കാൻ തന്നെ പേടിയായിരുന്നു. എനിക്ക് അത്രയ്ക്ക് പേടിയാ പാമ്പിനെ. പിന്നെ അതായത് ഇവര് അടുത്ത പരിപാടിക്ക് കയറിയിട്ടോ തിരിച്ചിറങ്ങി കഴിഞ്ഞപ്പോ സ്റ്റാർട്ടിങ് ആരെങ്കിലും ആറ്റുണ്ടോ? ഓത്താ കൂടുതൽ പോണ്ടില്ലേ അടുത്ത നിങ്ങൾ രണ്ടും കൂടെ പിടിച്ചിരി പുറകോട്ട് പിടിച്ചിരി പുറകോട്ട് പിടിച്ചിരി പുറകോല്ലേ എന്ത് തരത്തിൽ അവന്റെ ശക്തി ആദ്യം വിടും. പിന്നെ അതൊന്ന് സ്റ്റോപ്പ് ആവുമ്പോഴത്തേക്ക് അവൻ വീണ്ടും വന്നു. അതുപോലെ തന്നെ എന്റെ ദൈവം എനിക്കാണെങ്കിൽ പേടി. എനിക്ക് ഒട്ടും ബലത്തിൽ പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല. എന്റെ കൈയൊക്കെ കുഴഞ്ഞു പോകുമ്പോലെ ഞാനെല്ലാം കൂടി മറിഞ്ഞു കെട്ടി ഈ 70 കിലോ അവളുടെ മേത്തോട്ട് വീഴുമെന്നുള്ളതായിരുന്നു എന്റെ പേടി. അവള് പക്ഷെ കൂളാണ് കേട്ടോ. അവളത് എൻജോയ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ എല്ലാ സ്ഥലത്തോട്ടും പോകുമ്പോൾ ഇങ്ങനത്തെ വലിയ കയറുന്നുണ്ട് തോന്നുന്നു. എനിക്കതിൽ നിന്ന് എങ്ങനെയാലും ഇറങ്ങി പോന്നാൽ മതി. അപ്പോഴത്തേക്ക് ഏകദേശം 10 കേട്ടോ. ആക്ച്വലി 10 മണി വരെ ഇവിടെ ടൈമുള്ളൂ. അങ്ങനെ അവരൊരു 10 ആയപ്പോഴത്തേക്കും പിന്നെ ഞങ്ങളോട് ഇനി പോകാനുള്ള മട്ടിൽ ലൈറ്റ് ഓഫ് ആക്കി. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പോകുന്ന കൂട്ടുകാരെ. എന്നാലും ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനിയിപ്പോ എല്ലാവർക്കും വയറ് അറിഞ്ഞിരിക്കുന്നതുകൊണ്ട് ഇനി വീട്ടിൽ വന്ന് നമുക്ക് എന്തെങ്കിലും ചെറുതായിട്ടൊക്കെ കഴിക്കാം. ഇനി ഇവര് വന്നിരുന്നിട്ടുണ്ടെങ്കിലും അശ്വിനും കണ്ണൻ ചേട്ടനും രാത്രി ഒരു 1:30, 2:30, ചില ദിവസം 3 മണി വരെ സംസാരിച്ചിരിക്കും. കണ്ണൻ ചേട്ടൻ ഏറ്റവും വലിയ കമ്പനി അശ്വിനായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഇനി വീട്ടിൽ വന്നിരുന്ന ഓരോന്നൊക്കെ നമ്മൾ ഇനി കഴിക്കും. അങ്ങനെയൊക്കെ വൈനൊക്കെ കുടിക്കും. അങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് നമ്മൾ നേരെ അവിടുന്ന് പിന്നെ പോന്ന് വേറെ ഭക്ഷണമൊന്നും കഴിക്കാൻ നിന്നില്ല ആ ദിവസം. എന്തായാലും ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കൂട്ടുകാരെ. അപ്പൊ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് തരൂ, കമന്റ് എഴുതിയിടൂ. ഇനി നമുക്ക് അടുത്ത ദിവസം ഇതുപോലെ ഒത്തിരി വീഡിയോ ക്ലിപ്പുകൾ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് നമ്മുടെ പ്രൊഡക്റ്റുകളെ കുറിച്ചൊക്കെ ഉള്ള വീഡിയോ ഇട്ടതിന് ശേഷം വീണ്ടും ഞങ്ങൾ ടൂർ നടന്ന വീഡിയോസ് ഒക്കെ ഇടയ്ക്ക് എഡിറ്റ് ചെയ്ത് ഇടാം കേട്ടോ. എന്റെ സൗണ്ട് കുറച്ച് വ്യത്യാസം ഉണ്ടാകും. കാരണം പനിയൊക്കെ വന്നിട്ട് റിക്കവർ ആകുന്നേ ഉള്ളൂ. അപ്പൊ അത് ക്ഷമിക്കുക. അപ്പൊ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ എഴുതിയിടൂ കേട്ടോ. ഇത് ഞങ്ങള് ബാണാസുര ഡാം കാണാൻ വേണ്ടി ബാണാസുര സാഗർ ഡാമും കരാൾഡ് ലേക്കൊക്കെ കാണാൻ പോയ ദിവസം ഞാൻ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ ഓടിക്കുന്ന വണ്ടിയിൽ നിന്റെ കൂടെ ഫ്രണ്ട് സീറ്റിലിരുന്ന് എനിക്ക് യാത്ര ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ടെന്ന് ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരത് ഓർത്ത് വെച്ചിട്ട് ഇത്രയും കാലം കഴിഞ്ഞ് ഇവര് വന്നു കഴിഞ്ഞപ്പോ കണ്ടോ, അഞ്ചേയും കണ്ണൻ കൂടെ പറഞ്ഞു എന്നാ ഇന്ന് തന്നെ അവളുടെ ആഗ്രഹമല്ലേ അത്. ഞാനത് മറന്നേ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അവളതാ ഹസ്ബൻഡിനോടും മോനോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതാ എന്നെ മുമ്പിലിരുത്തിയിട്ട് അവള് വണ്ടി ഓടിക്കുന്നതാണ് കേട്ടോ. എനിക്കറിയത്തില്ല എനിക്ക് എന്തുമാത്രം സന്തോഷമായി എന്നറിയാം. ഇവര് പോയി കഴിഞ്ഞ് ഞാൻ പിന്നെ ഈ വീഡിയോ ക്ലിപ്പുകളൊക്കെ കാണുമ്പോഴാണ് സത്യം പറയാൻ എനിക്ക് കരച്ചിൽ വരുന്നുണ്ടായിരുന്നു കേട്ടോ. അത്രയും ഞാനൊരു കുഞ്ഞ് ആഗ്രഹം എന്നോ വർത്താനം പറഞ്ഞതിന്റെ കൂട്ടത്തിൽ പറഞ്ഞതാണ്. അത് അവർ ഓർത്ത് വെച്ചിട്ട് അത് ഈ പ്രാവശ്യം വന്നപ്പോ അതുപോലെ എന്റെ മുമ്പിൽ ഇരുന്നിട്ട് എന്റെ ആഗ്രഹം സാധിച്ചു തന്നല്ലോ എന്നുള്ളത് എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയാ സന്തോഷം കൊണ്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ കരച്ചിൽ വന്ന ഒരു ദിവസമാണ്. എഡിറ്റ് ചെയ്യാൻ വേണ്ടിട്ട് എടുത്ത് ആ വീഡിയോ ക്ലിപ്പുകളൊക്കെ കണ്ടപ്പോട്ടോ. എന്തായാലും ആ വീഡിയോ ഒക്കെ ആയിട്ട് ഇനി അടുത്ത ദിവസം വരാട്ടോ. അതുവരെ സ്റ്റേ ഹെൽത്തി. ബൈ ബൈ, ടാറ്റാ.